ഹായ് നമസ്കാരം. ഇന്ന് യുണിബിസ് വീറ്റ് ഗ്രാസ് അഥവാ യുണിപ്ലസ് വീറ്റ് ഗ്രാസ് എന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താണ് വീറ്റ് ഗ്രാസ് പൗഡർ അഥവാ എന്തൊക്കെ ഗുണങ്ങളാണ് വീറ്റ് ഗ്രാസ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ടും വീറ്റ് ഗ്രാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട മനുഷ്യന് ആവശ്യമായ ഒരുപാട് പോഷക ഘടകങ്ങൾ വീറ്റ് ഗ്രാസിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അയേൺ, അതുപോലെ കാൽഷ്യം, എൻസൈംസ്, മഗ്നീഷ്യം, ഫൈറ്റോന്യൂട്രിയൻസ്, അതുകൂടാതെ തന്നെ ഏകദേശം 98ഓളം മിനറൽസ്, 17ഓളം അമിനോ ആസിഡ്സ്, 13ഓളം വൈറ്റമിൻസ്. അതുകൂടാതെ വീറ്റ് ഗ്രാസ് എന്ന് പറയുമ്പോൾ അത് ക്ലോറോഫിൽ റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്, അഥവാ ക്ലോറോഫിലാണ് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതുകൂടാതെ ഫൈബർ പ്രോട്ടീനും വീറ്റ് ഗ്രാസിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഫൈബർ പ്രോട്ടീൻ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ, അതായത് സെല്ല് അഥവാ കോശങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോശത്തിന് ഒരു നിശ്ചിത കാലാവധി ഉണ്ട്. ഒരു 60 to 70 ഡേയ്സ് ആണ് ഒരു കോശത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. ഈ കോശങ്ങൾ നശിക്കുമ്പോൾ പുതിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നശിച്ച കോശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഫ്രീ റാഡിക്കൽസ് അഥവാ അവരെന്താ ചെയ്യുന്നത്? ഒരു കോശത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതിൻ്റെ, നമുക്കറിയാലോ, ഈ കോശം എന്ന് പറയുന്നത് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം കൊണ്ടാണ്. അപ്പോൾ ഒരു ആറ്റം എന്ന് പറയുന്നത് അതിന് പ്രോട്ടോണും ഉണ്ട്, ഇലക്ട്രോണും ഉണ്ട്, അല്ലേ? അതിൽ ഇലക്ട്രോൺ, അതാ ഈ ആറ്റത്തിലെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു? ഈ ഫ്രീ റാഡിക്കൽസ് അഥവാ നശിച്ച കോശങ്ങൾ അവർ ഈ ആറ്റത്തിനെ അവരെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കോശത്തിൻ്റെ പ്രോട്ടോണും ഇലക്ട്രോണും കൂടി വരുന്നതാണ് ഒരു കോശമെങ്കിൽ അതിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് ഒരു പ്രോട്ടോൺ മാത്രം വരുമ്പോൾ എന്താണ്? അത് ആരോഗ്യമില്ലാത്ത കോശങ്ങളായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കോശങ്ങൾക്ക് ഫോറിൻ ബോഡീസ് അഥവാ പുറമെ നിന്ന് വരുന്ന രോഗാണുക്കൾക്ക് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഇലക്ട്രോൺ സപ്ലൈ ചെയ്യുന്ന ഭക്ഷണം കഴിക്കണം. അതിനാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീറ്റ് ഗ്രാസ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൂലകങ്ങൾ നമുക്ക് വീറ്റ് ഗ്രാസിലുണ്ട്. അതാണ് പറഞ്ഞത്. അയൺ ഉണ്ട്, അതുപോലെ തന്നെ ഫൈബർ ഉണ്ട്, ഇതൊക്കെ വീറ്റ് ഗ്രാസിൽ. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ആർക്കൊക്കെയാണ് ഗുണകരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ നമ്മുടെ ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസർ പോലത്തെ രോഗങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ പ്രതിരോധശേഷി കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ക്ലോറോഫിൽ പോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞ ആളുകൾക്കൊക്കെ വീറ്റ് ഗ്രാസ് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ വീറ്റ് ഗ്രാസ് കൊടുക്കുമ്പോൾ വളരെ നല്ല അവർക്ക് ക്ഷീണം മാറാനും എനർജി കിട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് റീകൂപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് കാണാറുണ്ട്. അതുപോലെ ഒബിസിറ്റി, പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊക്കെ പറയില്ലേ, അവർക്ക് വീറ്റ് ഗ്രാസ് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. അവരുടെ ശരീരത്തിലുള്ള അമിതമായ കൊഴുപ്പുകളെ നീക്കം ചെയ്യാനായിട്ട് വീറ്റ് ഗ്രാസിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുന്നതിന് വീറ്റ് ഗ്രാസിന് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 5 ഗ്രാം വീറ്റ് ഗ്രാസേ കഴിക്കേണ്ടതുള്ളൂ. അതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 5 ഗ്രാം വീറ്റ് ഗ്രാസ് മോർണിംഗിൽ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എനർജി ലെവല് ദ ഹോൾ ഡേ നിലനിൽക്കുന്നതാണെന്നാണ് അത് അനുഭവിച്ച ആളുകൾ പറയുന്നത്. ഇനി അതുകൂടാതെ തന്നെ എന്താണ്, ഷുഗർ പേഷ്യൻസ്, ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ടും വീറ്റ് ഗ്രാസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിന് ഒരു പരിധി വരെ വീറ്റ് ഗ്രാസ് കഴിക്കുന്നവർക്ക് അത് കൺട്രോൾ ആവുന്നുണ്ട്. പിന്നെ ശരീരത്തിന് ദുർഗന്ധം, അതായത് നമ്മളൊക്കെ പിന്നെ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വേർത്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു ഒരു ഓവറായിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ വരുന്ന അത്തരം ആളുകളുടെ ബോഡി ഓർഡർ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വീറ്റ് ഗ്രാസിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓറലായിട്ട് വരുന്ന ഹെൽത്ത് ഇഷ്യൂസ്, വായയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ മോണയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മോണരോഗങ്ങൾ, ഇതിനൊക്കെ തടയുന്നതിനും വീറ്റ് ഗ്രാസിന് ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വീറ്റ് ഗ്രാസ് നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷന്
നല്ല രീതിയിൽ, അതായത് ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആക്കുന്നതിന് വീറ്റ് ഗ്രാസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലങ്സിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നതിന് വീറ്റ് ഗ്രാസ് സഹായിക്കുന്നുണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വീറ്റ് ഗ്രാസ് സഹായിക്കുന്നുണ്ട്. കാരണം ക്ലോറോഫിലാണ് വീറ്റ് ഗ്രാസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എന്താണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയും സസ്യങ്ങൾക്കൊക്കെ ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയും. അവർ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ അവർ തയ്യാറാക്കുന്നത് സൂര്യപ്രകാശത്തിലൂടെയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇത് വരുന്നത്, പിന്നെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ. അവരുടെ ഭക്ഷണം തയ്യാറാക്കുന്നത്, അവർ ഓക്സിജൻ പിന്നെ പുറന്തള്ളുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. നമുക്ക് ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അപ്പോൾ നമ്മളുടെ ഈ ക്ലോറോഫിൽ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് തന്നെ ക്ലോറോഫിൽ ആണ് നമുക്ക് ശരിക്കും ഓക്സിജൻ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇത് വീറ്റ് ഗ്രാസിൽ ധാരാളം ക്ലോറോഫിൽ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഹെൽത്തി ആക്കുന്നതിന് വീറ്റ് ഗ്രാസ് ഗുണം ചെയ്യുന്നതാണ്. വീറ്റ് ഗ്രാസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ആരോഗ്യം നിലനിൽക്കുന്നതിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും പ്രത്യേകിച്ചും ഹൃദയ രോഗങ്ങൾ കുറയ്ക്കുന്നതിന്, അതുപോലെ തന്നെ ഡയബറ്റിക് രോഗികൾക്ക് അവർക്ക് ആരോഗ്യം നിലനിൽക്കുന്നതിന് ഒക്കെ ഗുണം ചെയ്യുന്നതാണ്. ഒരു പവർഫുൾ സപ്ലിമെൻ്റാണ് വീറ്റ് ഗ്രാസ്. നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്യാം. താങ്ക് യു.